ഹായ്. ഇന്ന് മലയാളികൾ ഒന്നടങ്കം സന്തോഷിക്കുന്നൊരു ദിവസമാണ്. എന്താന്നല്ലേ, ഷിംജിത എന്ന് പറയുന്ന ഒരു കൊലയാളിയില്ലേ, നമ്മുടെ ദീപക് എന്ന് പറയുന്ന ഏട്ടൻ്റെ വീഡിയോ ഒക്കെ വൈറലാക്കിയ ഒരാളുണ്ടായിരുന്നല്ലോ, അവള് ഇന്നലെ ജയിലിലായിട്ടുണ്ട്. 10 കൊല്ലത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. ജാമ്യം കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. മൊത്തം കേരളത്തിലെ മലയാളികളുടെ എല്ലാവരുടെയും അപേക്ഷ കൊടുക്കരുതെന്നാണ്. 10 കൊല്ലം ആ അച്ഛനും അമ്മയ്ക്കും കിട്ടാനുള്ള നീതിക്കാവുമോ? 2 ലക്ഷം രൂപയാണ് അവള് പിഴയടക്കേണ്ടതെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ അതൊന്നും ആ ഒരു ദീപക്കേട്ടന് പകരമാവില്ല. ഇങ്ങനെ അനുഭവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. ഇനി അവർക്കൊക്കെ എങ്ങനെ തോന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ? ഞാൻ പറയുന്നത് സ്ത്രീകളോടാണ്, വീഡിയോ എടുത്തോളൂ, പക്ഷേ അത് നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെങ്കിലും ഇട്ടോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് കുറച്ച് മോശമായിട്ടുള്ള പരിപാടിയിൽ പോയി. അവളെ സ്ത്രീ എന്ന് വിളിക്കാമോ? കൊലയാളി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഇതുപോലെ സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ട് മുന്നേ. നമ്മുടെ കഷായം ഗ്രീഷ്മ, അവൾക്ക് തൂക്കുകയറ് കിട്ടിയെന്നറിഞ്ഞപ്പോഴാണ് അല്ലേ. ഇവക്കും അതുപോലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു വിധി തന്നെ വരണം എന്നാണ് മൊത്തം കേരളം ഒന്നടങ്കമുള്ള മലയാളികൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മകൻ മരിച്ചതിൻ്റെ ദുഃഖം എന്തൊക്കെയായാലും അവൾ ജയിലിൽ കിടന്നാൽ തീരുന്നതല്ല. അവളൊക്കെ വൈറലാവാൻ നോക്കിയതാണ്, ജയിലിലായി. പക്ഷെ എന്നാലും ആ ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടാണല്ലോ വൈറലാവാൻ നോക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കുണ്ടല്ലോ ഒരു മലയാളി എന്ന നിലക്ക് നല്ല രണ്ടെണ്ണം എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് ദീപക്കേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം.